ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷാബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുണ്ടാക്കുന്നത് അമൃതം പൊടി ഉപയോഗിച്ചിട്ടാണ്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്നും ലഭിക്കുന്നൊരു ന്യൂട്രിമിക്സ് പൗഡറാണ് അമൃതം പൊടി. ഇതിൽ ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഇതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു പൗഡറാണിത്. ഞാൻ ഇതുകൊണ്ടാണ് ഇന്ന് പുഡിംഗ് ഉണ്ടാക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് ആദ്യം ആവശ്യം പുഡിങ്ങിന് കാരമലാണ്. നമ്മുടെ കാരമൽ സ്റ്റീമഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കാരമൽ അത്യാവശ്യമാണ്. അതിന് 1/3 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം, നോർമൽ വെള്ളമാണ്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കാരമൽ ഉണ്ടാക്കുന്നത്. ഒരു പാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 1/3 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അത് മെൽറ്റ് ആവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെരി ലോ ഫ്ലെയിമിലാകണം, അല്ലെങ്കിൽ ഷുഗർ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഇനി പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ട് വന്നാൽ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇത് നിങ്ങൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കേക്ക് ടിന്നിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്, സ്റ്റീം ചെയ്യല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കത് കേക്ക് ടിന്നില്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു കേക്ക് ടിൻ്റെ എടുത്തിരുന്നത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ കാരമൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കൊള്ളണമെന്നില്ല. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയാണ് കാരമൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. എനിക്ക് കുറച്ച് ടൈം എടുത്തു, അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. നമുക്കതൊന്നും മാറ്റി വെക്കാം. ഇനി പുഡിങ്ങിലേക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കി വെക്കാം. അതിലേക്ക് 2 ഗ്ലാസ് പാല്, 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി, 1 ടീസ്പൂൺ വാനില എസൻസ്, 3 മുട്ട, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം. ഞാൻ പാലിപ്പോൾ ഗ്ലാസ് അളവാണ് എടുത്തിരിക്കുന്നത്, എല്ലായിടത്തും കപ്പളവ് ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം ഒപ്പം തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 3 മുട്ട മതി. മുട്ട റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. എൻ്റെ കോഴിമുട്ട റൂം ടെമ്പറേച്ചർ അല്ല, അതുകൊണ്ട് നേരങ്ങത്തിൽ പൊട്ടിയിട്ടൊന്നുമില്ല. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് കുറവാണെങ്കിൽ കുറവ് ഇട്ടാൽ മതി. ഞാനിവിടെ പുഡിംഗ് അല്ലേ, അതുകൊണ്ട് നല്ല മധുരം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറവാക്കാം, വേണമെങ്കിൽ കൂട്ടാം. ഇതൊരു മീഡിയം സൈസ് മധുരമാണ്. ഇതിലേക്ക് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി പാല് ഫുള്ളായിട്ട് ഒഴിക്കാം, എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം, നല്ല പതഞ്ഞ് വരണം. ഇതുപോലെ നല്ല പതഞ്ഞ് വരണം. ഇത് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. നിങ്ങൾ ഏതിലാണോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഞാൻ അപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പ്ലേറ്റിൽ വെച്ച് കവർ ചെയ്തതുകൊണ്ട് ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കവർ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് ആക്കിയാലും മതി.
ഇനി നമുക്ക് ഇത് ഇഡ്ഡലി സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അടിയിൽ ഞാൻ എന്തെങ്കിലും ഒരു കുറച്ച് ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് തട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഞാൻ പുഡിങ്ങിൻ്റെ ട്രേ വെക്കുന്നത്. ഇപ്പം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം, ഈ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ. ഇത് അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 25 മിനിറ്റ് ഉണ്ട്. നമുക്കിത് സ്റ്റീമറിൽ നിന്നും മാറ്റി വെക്കാം. ഈ ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് നമുക്കിത് കുക്കായിക്കണമെന്ന് നോക്കി വെക്കാം. ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കി അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ കത്തി വെച്ചിട്ട് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, ഒരംശം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഈ ടിന്നിൽ നിന്നും എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇത് 4 വശം ഒന്ന് വെടുത്തെടുക്കുന്നുണ്ട്, വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി, അത് വേഗം പോന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പുഡിങ് സൂപ്പറായിട്ട് ഒരു കേടുപാടും കൂടാതെ വന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിക്കണമെന്ന് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, ജെല്ലി പോലെ ഉണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പുഡിങ് പോലെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം. സൂപ്പറായിട്ട് ഉണ്ട്, കാണുന്ന പോലെയല്ല, വളരെ ടേസ്റ്റാണ്. നമ്മൾ അമൃതം പൊടിയാണ് ഉണ്ടാക്കിയെന്ന് അറിയാതെ തന്നെ എല്ലാവരും മിൽക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.